അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സന്തോഷിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, കിളിപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കിളിപോയ അവസ്ഥ എന്ന് വെച്ചാൽ മയൂഖം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ട് 2004 നവംബർ ഡിസംബർ ആ സമയത്താണ് കണ്ണൂർ ഭാഗത്ത് കൂത്തുപറമ്പ് അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാനൊരു പുതുമുഖ നടനാണ്, പക്ഷെ കണ്ണൂര് അധികം ഷൂട്ടിംഗ് ആ സമയത്ത് നടക്കാത്തത് കൊണ്ട് പുതുമുഖമൊന്നും ഒന്നും വ്യത്യാസമില്ല. അവരെ സംബന്ധിച്ച് ഞങ്ങൾ ആക്ടേഴ്സാണ്, ക്യാമറ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർ വന്ന് ഓട്ടോഗ്രാഫ് മേടിക്കുമായിരുന്നു. അന്ന് പിന്നെ ഫോട്ടോയുടെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു, മൊബൈലിൽ ഫോട്ടോ മറ്റേ ക്യാമറ വന്നു തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഇവരൊന്ന് ഓട്ടോഗ്രാഫ് മേടിക്കും, കുറേ നേരം സംസാരിക്കും. അപ്പോൾ നമുക്കും ടൈം പാസ്സാണ്, നമ്മളും അവരുമായിട്ട് സംസാരിക്കും. അന്ന് ഒരു പയ്യൻ, അപ്പോൾ അന്ന് എനിക്ക് 24 വയസ്സ്, എന്നെക്കാളും ഒരു 10 വയസ്സ് അപ്പം കാണും ആ പയ്യന്. അപ്പോൾ ഒരു കുറേ നേരം ചേട്ടനൊക്കെ വിളിച്ച് സംസാരിച്ചു. പിന്നെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞ് ഞാൻ പിന്നെ സിനിമയിൽ കുറേ പടങ്ങൾ ചെയ്തു. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് വടകരയിൽ. അപ്പം ഒരു താടിയും മീശയൊക്കെ വെച്ച് വീണ്ടും ഒരു പയ്യൻ എന്ന് വെച്ചാൽ ഒരു 30 വയസ്സ് ആ സമയത്ത് കാണുമായിരുന്നു. അയാൾ വന്നിട്ട് കുറേ നേരമായിട്ട് ഒരാളെ നോക്കി സ്മൈൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും നമ്മൾ സിനിമയെ കണ്ടിട്ട് സ്മൈൽ ചെയ്യാൻ ഞാനും സ്മൈൽ ചെയ്തു. അടുത്ത് വന്നു, എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്, ഞാൻ എയർടെലിലോ BPL മൊബൈലിലോ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല, ഇനിയിപ്പോൾ ഞാൻ നാഗ്പൂരിൽ പഠിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ലാസ്റ്റ് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല ആരാണ്. അപ്പോൾ ആദ്യം എന്നോട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതിന് ശേഷമാണ് എന്നോട് മനസ്സിലായെന്ന് ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ചത് ആരാണ് താങ്കൾ? അപ്പോൾ പറഞ്ഞു ചേട്ടൻ മറന്നല്ലേ. ഇവനെനിക്ക് ഇമോഷണലായി, കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ സോറി, ആരാണെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. പറഞ്ഞ് മയൂഖത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ വന്ന് പരിചയപ്പെട്ടായിരുന്നു, ഒരു അരമണിക്കൂർ ചേട്ടൻ സംസാരിക്കുകയും ചെയ്തായിരുന്നു. അന്ന് ചിലപ്പോൾ 10ാം ക്ലാസ്സിലായിരിക്കും. ഇവൻ്റെ രൂപയും മാറി, താടിയും മീശയൊക്കെ വന്നിട്ട് ഞാൻ എങ്ങനെ ഓർത്ത് വയ്ക്കാനാണ്. ഞാൻ അവനോട് ലാസ്റ്റ് വെരി സോറി മോനെ എന്നൊക്കെ പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചേട്ടാ വിളിയൊന്നുമില്ല, ശരി എന്ന് മാത്രമേ ഉള്ളൂ. ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു അല്ല മോനെ ഫോട്ടോ എടുക്കണ്ടേ? വേണ്ടോ, ഫോട്ടോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പോകുന്നത്. അപ്പം ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര വിഷമായി, എനിക്ക് അന്നേരം അതിനൊന്നും ഉറക്കം വരുന്നില്ല. പക്ഷെ കിളി പോയി എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരാൾ ഈ കുട്ടിക്കാലത്ത് കണ്ട ഒരാൾ പിന്നെ വലുതായ ശേഷം താടി വീശൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും, താടി വീശാൻ പറ്റില്ല. ഇതൊരാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ്? അപ്പോൾ അവനത് പിന്നെ ചിലപ്പോൾ ആലോചിച്ചപ്പോൾ മനസ്സിലാക്കി കാണുമായിരിക്കും. ബട്ട് അങ്ങനെ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ ഏത് ഫീൽഡായാലും, ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ടോപ്പ് 10-ലല്ല നമ്മൾ വരുന്നതെങ്കിൽ ഈ പറഞ്ഞ ടീച്ചേഴ്സിനും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മളോടുള്ളൊരു മതിപ്പ് വളരെ കുറവായിരിക്കും. നമ്മൾ പക്ഷേ ആ ക്രീമി ലെയറിനാണെങ്കിൽ നമ്മളോട് മതിപ്പാണ്. അപ്പോൾ ഈ തുടക്ക കാലഘട്ടത്തിൽ ഏത് സമയത്തും ഏത് കരിയറായാലും അവിടെയൊക്കെ സംഭവിക്കുന്ന പോലെ നമ്മൾ സക്സസ്ഫുൾ ആകുന്നവരെ കിട്ടുന്ന ഇൻസൾട്ട്സ്, ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാർ, ഇതൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയത് കാരണം ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സന്തോഷം തരുന്ന കാര്യങ്ങൾ, നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പല ആൾക്കാരും വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നതും. ഇപ്പം മാളികപ്പുറം റിലീസായ സമയത്ത് ഞാൻ കോഴിക്കോട് ഒരു ഫംഗ്ഷന് വേണ്ടി പോകും. അപ്പം നമ്മുടെ ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തിയേറ്ററുണ്ട്, മാൾസ് എന്ന് പറഞ്ഞത്. അപ്പം മാൾസ് തിയേറ്ററിൽ അജിത്തേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പടവും കളിക്കുന്നുണ്ട്. അപ്പോൾ അജിത്തേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി അവിടെ പോയി. ഇൻ്റർവെൽ സമയത്ത് അജിത്തേട്ടൻ പറഞ്ഞു സൈജു ഒന്ന് ഓഡിയൻസിനെ പോയി ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോയി. ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കും എല്ലാവരും കയ്യെ കാണിച്ച് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പുറകിൽ നിന്ന് ഒരു കൈ വന്നതിനെ കെട്ടിപ്പിടിച്ചു. ഞാൻ ആ കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോഴത്തേക്കും വളകളുള്ളൊരു കൈയാണ്. കൈ നോക്കിയപ്പോഴത്തേക്കും പ്രായമായ ഒരു അമ്മയുടെ കൈയാണ്. ഞാൻ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ തിരിച്ചു. എന്നിട്ട് ഞാൻ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ പറയുകയാണ് കരഞ്ഞുകൊണ്ട്, എൻ്റെ പൊന്നു മോനെ നീ ഇത് ചെയ്യല്ലേ കേട്ടോ എന്ന്. ഞാൻ എൻ്റെ അകത്ത് ആക്ച്വലി സൂസൈഡാണ് ചെയ്യുന്നത് ആ പടത്തിൽ. അത് ചെയ്യലെന്ന് പറഞ്ഞുകൊണ്ട് കരയുവാണ്. ഞങ്ങൾക്ക് മൊത്തം എൻ്റെ ടീഷർട്ട് മൊത്തം നനഞ്ഞിരിക്കുന്നു ഇവരുടെ കണ്ണുനീര് കാരണം. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അത്രയും നമ്മുടെ ക്യാരക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഓഡിയൻസ്.
സോ അങ്ങനത്തെ ഉള്ള കുറെ പക്ഷെ മാക്സിമം നല്ല എക്സ്പീരിയൻസസ് കേട്ടോ കരിയറിലുണ്ടായിരിക്കുന്നത്. ഇടയ്ക്ക് പക്ഷേ ദൈവവും ഈ നമ്മൾ സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ എയറിൽ നടക്കുന്ന ഒരു പരിപാടിയാണല്ലോ, മറ്റേ ഇഷ്ടിയൊക്കെ കഷ്ടത്തിൽ വെച്ചിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ദൈവം ഒരു കൊട്ട് തരും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളൊരു ആക്ടറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എവിടെ കണ്ടിട്ടുണ്ടല്ലോ പേരെന്നു ചോദിക്കും. അപ്പൊ നമ്മളല്ല, വലിയവനായിട്ടില്ല, നമ്മളിപ്പോഴും താഴത്ത് തന്നെയാണെന്നുള്ളത് മനസ്സിലാവും. ദൈവം അത് കറക്റ്റ് എനിക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗ്രൗണ്ടഡാണ്. താങ്ക് യു.